എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ വീഡിയോ ഇടുന്നതിന് താഴെയായിട്ട് കമൻ്റ് ഇട്ടത് കാണാം. ജൂലൈ 31 ശേഷമല്ലേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, വിദ്യാർത്ഥികളെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പരാതിയുമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികളും പ്രോസ്പെക്ടസ് കണ്ടിട്ടാണ് ഈ ഒരു ജൂലൈ 31 വരെയല്ലേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതിനുശേഷമല്ലേ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരിക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള ജൂലൈ 31 എന്ന് പറയുന്നത് +1 അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ പ്രോസ്പെക്ടസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്നും ഇപ്പോൾ ഡൗൺലോഡ് ആകുന്നത് കാണാം. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസിൻ്റെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം ഈ ഒരു ഷെഡ്യൂൾ നോക്കുന്ന സമയത്തായിരിക്കും വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് ഓരോ അലോട്ട്മെൻറ്റും ഏത് ദിവസമാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു ഷെഡ്യൂൾ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രവേശന ഷെഡ്യൂൾ, മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, അതുപോലെ ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ ഈ ഒരു MRS അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള പ്രവേശന ഷെഡ്യൂൾ എന്നിവ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മുഖ്യഘട്ടത്തിലെയും സപ്ലിമെൻ്ററി ഘട്ടത്തിലെയും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ആ ഒരു അലോട്ട്മെൻറ്റ് അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന തീയതി 31/7/2024 സപ്ലിമെൻ്ററി ഘട്ടം അവസാനിക്കുന്നത്, അതായത് ഈ ഒരു അഡ്മിഷൻ അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ടം നോക്കുന്ന സമയത്ത് പ്രവേശനം അവസാനിപ്പിക്കുന്ന തീയതി എന്ന് പറയുന്നത് 1/7/2024 അതായത് നിങ്ങൾക്കൊരു മാനേജ്മെൻറ്റ് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള, അതായത് ലഭിക്കുന്ന അവസരത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ ഒരു ജൂലൈ 1 ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിനുശേഷം ഒരു വിദ്യാർത്ഥിക്കും മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് പ്രവേശനം എടുക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നതും ഇതേ രീതിയിൽ തന്നെ ഈ ഒരു ജൂലൈ 1 ആയിരുന്നു. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ ജൂലൈ 1 ശേഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ ആ ഒരു അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റും കാണാം, ജൂലൈ 1 അപ്പോൾ ജൂലൈ 1 എന്ന് പറയുന്നത് ഈ ഒരു ജൂലൈ 1 ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലേക്കുള്ള ആ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാവില്ല. അതായത് സ്പോർട്സ് കോട്ടയിൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 1 ശേഷം പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് ഒരു വിദ്യാർത്ഥിക്കും ജൂലൈ 1 ശേഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മെറിറ്റ് കോട്ട, അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മെറിറ്റ് കോട്ടയുടെ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഈ ഒരു മെറിറ്റ് കോട്ടയുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിൻ്റെ, അതായത് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ ആ ഒരു അഡ്മിഷൻ അവസാനിപ്പിക്കുന്നതിനുള്ള തീയതി എന്ന് പറയുന്നത് 31 അതായത് ജൂലൈ 31 അപ്പോൾ പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ്, 31 ശേഷമല്ലേ ഈ വർഷത്തെ +1 സ്കൂൾ കോമ്പിനേഷൻ അതുപോലെ ജില്ലാ ട്രാൻസ്ഫറുകൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സപ്ലിമെൻ്ററി ഘട്ടത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അല്ല 31 എന്ന് പറയുന്നത്, അതായത് അഡ്മിഷൻ അവസാനിപ്പിക്കുന്നതിനുള്ള തീയതിയാണ് ഈ ഒരു 31 എന്ന് പറയുന്നത്. പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് 31 ശേഷമല്ലേ, അതായത് ഓഗസ്റ്റിലല്ലേ വരിക, പിന്നീട് എന്തിനാണ് ഈ ഒരു ട്രാൻസ്ഫർ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വീഡിയോ ഇട്ട് വിദ്യാർത്ഥികളെ പറ്റിക്കുന്നത് എന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ പറ്റിക്കുകയല്ല. കാരണം ഈ ഒരു 31 അതായത് ജൂലൈ 31 അഡ്മിഷൻ അവസാനിപ്പിക്കുന്നത്. അഡ്മിഷൻ അവസാനിപ്പിക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട് +1 സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ കൂടി പിന്നീട് ഒരു അലോട്ട്മെൻറ്റുകളോ മറ്റോ നടത്തുന്നതല്ല. അതിനുശേഷം പിന്നീട് യാതൊരു കാരണവശാലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1 അഡ്മിഷൻ നേടുന്നതിനുള്ള ഒരു അവസരം, അത് സ്പോട്ട് അഡ്മിഷനോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ട അഡ്മിഷൻ വഴിയോ അലോട്ട്മെൻറ്റ്, അതായത് ഒരു സ്കൂളുകളിലും അഡ്മിഷൻ ലഭിക്കുന്നതല്ല. പിന്നീട് ഈ ഒരു 31 ശേഷം പിന്നീട് ആകെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാവുന്ന രീതി എന്ന് പറയുന്നത്, ഈ ഒരു വിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് നൽകുന്ന ഉത്തരവ് പ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക, അതായത് അഡ്മിഷൻ നേടുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു ഘട്ടത്തിൽ വിഭിന്നശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് തൊട്ടടുത്തുള്ള ആ ഒരു സ്കൂളുകളിലേക്ക് പോകുന്നതിന് അവിടെ സീറ്റ് വാക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഓർഡർ ലഭിക്കും. അതുപോലെ തന്നെ അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും സ്കൂളിൽ വാക്കൻസി ഉണ്ട് എന്നുള്ള ആ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് വഴി അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓർഡർ പ്രകാരം ആ ഒരു സ്കൂളുകളിലേക്ക് അഡ്മിഷൻ അനുവദിക്കുന്നത് വിദ്യാഭ്യാസ ഡയറക്ടറാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമാണ് ഈ ഒരു 31 ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുള്ളത്.
അല്ലാതെ അലോട്ട്മെൻറ്റ് വഴി പിന്നീട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ജൂലൈ 31 ശേഷം പിന്നീട് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഏതെങ്കിലും സപ്ലിമെൻ്ററി ഘട്ടമോ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷനോ നടത്തുന്നതായിരിക്കില്ല. ജൂലൈ 31 ഈ വർഷത്തെ +1 പ്രവേശന നടപടികൾ അവസാനിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മേൽ മറ്റെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനത്തിൻ്റെ ആ ഒരു കാര്യത്തിലായിരിക്കും. അപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ ഒരു ഡേറ്റ് നീട്ടുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ +1 ആ ഒരു അലോട്ട്മെൻറ്റ് ഡേറ്റ്, അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു ജൂലൈ 31 ശേഷം ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ജൂലൈ 31 ശേഷം യാതൊരു വിധത്തിലുള്ള അലോട്ട്മെൻറ്റ് നടപടികളും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. കാരണം മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ഒരു അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന തീയതിക്കുള്ളിൽ തന്നെ ആ ഒരു എല്ലാ കാര്യങ്ങളും, അതായത് ട്രാൻസ്ഫർ ഉൾപ്പെടെ നടത്തി ആ ഒരു പ്രവേശന നടപടികൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ജൂലൈ 31 ശേഷം ട്രാൻസ്ഫർ നടപടികളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് തന്നെ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. പല വിദ്യാർത്ഥികളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ജൂലൈ 31 ശേഷമാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ജൂലൈ 31 ഈ ഒരു അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന തീയതിയാണ്. അതിനുശേഷം പിന്നീട് യാതൊരു വിധത്തിലുള്ള അഡ്മിഷൻ നടപടികളും ഉണ്ടായിരിക്കില്ല. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക്, അതായത് വല്ല അംഗവൈകല്യമോ മറ്റോ ഉള്ള വിദ്യാർത്ഥികൾക്കും അതുപോലുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്ക് പോകാൻ ആയിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഈ ഒരു 31 ശേഷം മാറുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന അതായത് വല്ല അംഗവൈകല്യമോ മറ്റോ ഉള്ള വിദ്യാർത്ഥികൾ, അതായത് തൊട്ടടുത്തുള്ള സ്കൂളിൽ പോകാനായിട്ട് കാത്തിരിക്കുന്ന, അതായത് വളരെ ദൂരെയുള്ള സ്കൂളുകളിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രത്യേക ഓർഡർ പ്രകാരം നിങ്ങൾക്ക് അടുത്തുള്ള സ്കൂളുകളിലേക്ക് മാറുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും സ്കൂളുകളിൽ ഈ ഒരു പിന്നീട് സ്പോട്ട് അഡ്മിഷൻ, അതായത് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുകയും അതിനുശേഷം ഒഴിവരുന്ന സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുകയും ആ ഒരു സ്പോട്ട് അഡ്മിഷന് ശേഷം പിന്നീട്, അതായത് 2 സ്പോട്ട് അഡ്മിഷനുകൾ നടത്താറുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു പിന്നീട് വേക്കൻസി വരികയാണെങ്കിൽ അതിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നതല്ല. അപ്പോൾ പിന്നീട് അവിടെ വീണ്ടും വേക്കൻസി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ വേക്കൻറ്റ് റിപ്പോർട്ട് പ്രിൻസിപ്പാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്നും നിങ്ങൾക്ക് അവിടെ അഡ്മിഷനായിട്ട് ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ അഡ്മിഷൻ അനുവദിക്കും എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ജൂലൈ 31 ശേഷം ഉള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ജൂലൈ 31 ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റോ അതുപോലെ മറ്റ് പ്രവേശന നടപടികളോ ഈ ഒരു HSCAP വെബ്സൈറ്റ് വഴിയുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ വഴി നടത്തുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും വീഡിയോയ്ക്ക് താഴെ ജൂലൈ 31 ശേഷമല്ലേ ട്രാൻസ്ഫർ എന്ന് ചോദിക്കാറുണ്ട്. ജൂലൈ 31 ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തുന്നതായിരിക്കില്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.